ബന്ധപ്പെട്ടുള്ള അത് എഴുതിയ കുട്ടികളോ അല്ലെങ്കിൽ ഓരോ പേരൻസോ കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയണമല്ലേ. ഇപ്പം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും സോനം വാങ്ചുക്കും അദ്ദേഹത്തിൻ്റെ അറസ്റ്റും ആ നിരാഹാര സമരമൊക്കെ അല്ലേ. ന്യൂസിലും കാര്യത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ അതാണ് ഫുള്ളായിട്ട് തിളങ്ങി നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം തുടങ്ങിയത് നീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സാം എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. നീറ്റ് എന്ന് പറയുന്ന എക്സാം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അത് എഴുതിയ കുട്ടികളോ അല്ലെങ്കിൽ ഓരോ പേരൻസോ കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയണമല്ലേ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ പാവം കുട്ടികൾ ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ടാവുക. രാവും പകലും ഇല്ലാതെ മാനസിക ശാരീരികമായ സമ്മർദ്ദങ്ങളൊക്കെ അവർ വകവെക്കാതെ ആയിരിക്കും ഈ എക്സാമിന്. അത് മാത്രമല്ല, ഈ എക്സാം ഹോളിലേക്ക് പോകുന്ന സകലമാന നിയമങ്ങളും നിബന്ധനകളും പാലിച്ച് ഈ എക്സാം എഴുതിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാണ് ഇത് ചോദ്യപേപ്പർ ചോർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് റീനീറ്റ് നടത്തണം. ഓക്കെ, പരീക്ഷ വീണ്ടും എഴുതാം, പരീക്ഷ വീണ്ടും സംഘടിപ്പിക്കുക. പക്ഷേ ഈ കുട്ടികൾ സഹിച്ച മാനസികമായിട്ടുള്ള അതുപോലെ തന്നെ അവർ കണ്ട സ്വപ്നങ്ങൾ, അവരുടെ കഷ്ടപ്പാട്, ഈ ഹാർഡ് വർക്കൊക്കെ പിന്നെയും ഇവർക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സാധിക്കാത്ത കാര്യമല്ലേ. എത്ര വിഷമമുണ്ടാവും ഈ ഒരു കാര്യത്തിൽ. ഇത് ഇന്നൊന്നല്ലേയും തുടങ്ങിയല്ല. വിദ്യാഭ്യാസത്തിൻ്റെ ഈ കാര്യത്തിൽ പൊതുവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സോനം വാങ്ചുക്കിനെ പോലെ അത് പ്രതികരിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയയിലായി കഴിഞ്ഞാലും നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്ന സമയത്ത് സോഷ്യൽ മീഡിയ വഴിയാണ് നമുക്ക് കഴിയുന്നതെങ്കിൽ ആ രീതിയിൽ പ്രതികരിക്കാൻ ശ്രമിക്കുക.